ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമാങ്ങ ഉപയോഗിച്ച് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മാങ്ങ സീസണിലായതുകൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് പല പല ഡിഷസ് ഉണ്ടാക്കാം. ഇത് കുറച്ചൊരു വ്യത്യസ്തമായ ഒരു കറിയാണ്. കുറച്ച് എരിയും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സൈഡ് ഡിഷ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പത്തൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. മാങ്ങ തൊലിയോട് കൂടി തന്നെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതാണ്. അത് ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് മാങ്ങ വേകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കര ചേർക്കാം. അപ്പോൾ മാങ്ങയ്ക്ക് എത്ര പുളിയുണ്ട് അനുസരിച്ച് വേണം നമുക്ക് ശർക്കര ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും ചേർത്ത് നോക്കട്ടെ. പിന്നെയും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഇനി ഈ ശർക്കര നന്നായിട്ട് ഉരുകി ഈ കറിയൊന്ന് നന്നായിട്ട് കുറുകി വരണം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് വറുത്തിടാം. അപ്പോൾ വറുത്തിടാനായിട്ട് നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയിലേക്ക് ചൂടാകുമ്പോൾ കടുകും കുറേശ്ശെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ മാങ്ങാക്കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഡിഫറെൻറ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.